Hello, welcome to Market Discussion of the Day. Today, June 9th, 2025. മൺഡേ ആണ്, പുതിയൊരു വീക്കാണ്. അപ്പോൾ നമ്മൾ പുതിയ വീക്കിൽ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ഈ ആഴ്ചത്തെ ഫണ്ടമെൻ്റൽസ് വെച്ച് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയൊരു ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ചൊവ്വാഴ്ചയും നമ്മുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. നാളെ രാത്രി 7:30 മണിക്കും 10:30 മണിക്കുമായിട്ടാണ് നമ്മളുടെ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്കും ആ സമയത്ത് ഫ്രീ ആണെങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. അതേപോലെ തന്നെ ജൂലൈ 1 മുതൽ നമ്മുടെ ഒരു പെയ്ഡ് സെഷൻ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ അതിൻ്റെ കൂടെ താഴെ എൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ ഞാൻ ഡെയിലി ബേസിൽ എൻ്റെ ഈ ഒരു വീഡിയോ ഇടും. അതേപോലെ തന്നെ റേഞ്ച് ഓഫ് മാർക്കറ്റ് ഒരു ദിവസത്തെ റേഞ്ച് എന്തൊക്കെയാണ്, ഒരു വീക്കിലെ റേഞ്ച് എന്തൊക്കെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളും ഞാൻ അതിനകത്ത് ഇട്ട് പോകുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു റേഞ്ച് ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് എടുത്ത് പോകാവുന്നതാണ്. കാരണം നമുക്ക് ഈ ഒരു സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൈം കൂടെയാണ് നമ്മുടെ ഫോറക്സ് മാർക്കറ്റിൽ. കാരണം മാർക്കറ്റ് ഒരു റേഞ്ചിലായിരിക്കും. ഇപ്പം നമ്മൾ നമ്മുടെ US പ്രസിഡന്റ് ഇലക്ഷന് തൊട്ട് മുന്നേ ആയിട്ട് ഏകദേശം ഒരു 3-4 മാസം നമുക്കൊരു റേഞ്ച് ബേസ്ഡ് മാർക്കറ്റായിരുന്നു. ഓക്കെ, പിന്നെ സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലം വരെയാണ് മാർക്കറ്റ്. അത് ബ്രേക്ക് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ വരുന്ന സമയത്ത് മാത്രമാണ് ആ റേഞ്ച് വിട്ടു പോകുന്നത്. ഓക്കെ, സോ അത് അങ്ങനെ നമുക്ക് റേഞ്ച് ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും എൻ്റെ ടെലഗ്രാം ചാനലിൽ അതിൻ്റെ റേഞ്ച് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് നോട്ട് ചെയ്ത് നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് പോകാനും പറ്റും. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ വീക്കിലെയും പോലെ നമുക്ക് ഈ ആഴ്ചത്തെ എന്താണ് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് റഷ്യ ഉക്രൈൻ വാറിൻ്റെ ഒരു അപ്ഡേറ്റും കൂടെ എടുത്തു പോകാം. റഷ്യ കഴിഞ്ഞ ശനി ഞായറായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഉക്രൈനിൽ പോയി പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതിൻ്റെ അവസ്ഥ, അതിൻ്റെ ഒരു എന്താണ്, അതിനകത്ത് എന്തായി തീരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് മാത്രമേ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ അല്ലേ. എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊരു അടുത്തൊരു ലെവലിലോട്ട് പോവോ, World War II ഒക്കെ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പം നോക്കിക്കാണുന്നത്. അപ്പം ഇന്നലെ ഡൊണാൾഡ് ട്രംപ് അതിനുശേഷം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. But sometimes you see two young children fighting like crazy. They hate each other and they're fighting in a park. And you try to pull them apart. They don't want to be pulled. Sometimes you're better off letting them fight for a while and then pulling them apart. Reacting to Trump's statement on Russia, the Kremlin spokesman that while the US president may have his own view, it was an existential question and protection of Russia's national interest. സോ ഇതാണ് ട്രംപ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, രണ്ട് കുട്ടികൾ തമ്മിൽ ചിലപ്പോൾ ഒരു പാർക്കിൽ വെച്ച് ഒരു അടി ഉണ്ടാവാം. അങ്ങനെ ഒരു അടി ഉണ്ടാവാൻ ചിലപ്പോഴൊക്കെ അവർ ഫൈറ്റ് ചെയ്യട്ടെ, എപ്പോഴും പോയി അവരെ പിടിച്ചു മാറ്റേണ്ട, അവർ ഫൈറ്റ് ഇത് തീർക്കട്ടെ എന്നുള്ളൊരു കാര്യമാണ് ട്രംപ് പറഞ്ഞത്. ഒരിക്കലും ഒരു US പ്രസിഡന്റ് അങ്ങനെ വന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, പ്രത്യേകിച്ച് റഷ്യയുടെ ഒരു കേസിനകത്ത്. അപ്പം ഒരിക്കലും ട്രംപ് അല്ലെങ്കിൽ US നിന്നുള്ളൊരു പിന്തുണ യുക്രൈനിൽ ഉണ്ടാവില്ല എന്നു കൂടെ നമുക്ക് അതിനകത്തൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ വാർ എവിടെ ചെന്നെത്തും, അല്ലെങ്കിൽ വാറിൻ്റെ ടെൻഷൻ കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡിലുള്ള ആ ഒരു ഇമ്പാക്റ്റും കൂടുകയാണ്. ഗോൾഡ് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, സോ കമ്മിങ് ടു നമ്മുടെ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽസിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ആഴ്ച നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ബുധനാഴ്ചയാണ്. ബുധനാഴ്ച നമുക്ക് CPI ഡേ ആണ്. ഓക്കെ, ഇന്ന് രാവിലെ ജപ്പാനിൽ നിന്ന് GDP അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. ജപ്പാനിൽ നല്ല ഒരു GDP ഇത് റിസൾട്ട് വന്നപ്പോൾ GDP നല്ലതാണ്, ജപ്പാൻ എക്കണോമിക്ക് നല്ലതാണ് എന്നുള്ളൊരു റിസൾട്ടാണ് വന്നത്. -2 ആയിരുന്നു ഫോർകാസ്റ്റ്. കഴിഞ്ഞ പ്രീവിയസും -2 ആയിരുന്നു. നമുക്ക് റിസൾട്ട് വന്നപ്പം 0% ആയിരുന്നു GDP അനൗൺസ്മെൻറ്റ് വന്നത്. അത് ആക്ച്വലി നല്ലതാണ്.
നമ്മൾ കഴിഞ്ഞ വട്ടം വെച്ച് നോക്കുമ്പം അല്ലെ ഭയങ്കര നല്ലതല്ല, കഴിഞ്ഞ വശം വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഫോർകാസ്റ്റ് വെച്ച് നോക്കുമ്പോൾ നല്ലതാണ്. നാളെ പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നുമില്ല. ബുധനാഴ്ച നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ച് ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനായിട്ടുള്ള റീസൺ, പലപ്പോഴും കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ കഴിഞ്ഞ ആഴ്ചയൊക്കെ ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ച് വന്നപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഓക്കെ ഈ ഇതൊരു അവസരമാണെന്നും യൂറോയെ നമുക്കൊരു ഒരു എക്കണോമിക് അല്ലെങ്കിൽ ഗ്ലോബലായിട്ടുള്ളൊരു കറൻസി US ഡോളറിൽ നിന്ന് മാറി യൂറോ ആക്കാൻ പറ്റുന്ന ഒരു ടൈം കൂടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായത് കൊണ്ടിട്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട, യൂറോയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ച് നോക്കിക്കാണേണ്ട ഒരു സമയമാണ്. നാളെ വെളുപ്പിനെ, ഇവിടുത്തെ UK ടൈമിംഗ് വെളുപ്പിനെ 4:15 ലഗാർഡിൻ്റെ സ്പീച്ച് വരുന്നത്. അതിനുശേഷം 1:30 മണിക്ക് നമുക്ക് CPIയുടെ ന്യൂസ് ഉണ്ട്. ഓക്കെ, ഐ മീൻ ഇത് ബുധനാഴ്ചയാണ് കേട്ടോ, ബുധനാഴ്ചയാണ്, ചൊവ്വാഴ്ചയല്ല, നാളെ അല്ല മറ്റന്നാൾ. ഓക്കെ, അതിനുശേഷം ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട് എല്ലാ ബുധനാഴ്ചയും വരുന്നത് പോലെ. അതിനുശേഷം വ്യാഴാഴ്ച നമുക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം, എല്ലാ വ്യാഴാഴ്ചയും വരുന്ന ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ടാവും. ഓക്കെ, വെള്ളിയാഴ്ച നമുക്ക് ടോട്ടലി ഒരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് എന്താ പറയുക, നമ്മുടെ റേഞ്ച് ബേസ്ഡോ അല്ലെങ്കിൽ ടെക്നിക്കൽസോ ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്ത് പോകാവുന്നതുമാണ്. ഓക്കെ, സോ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPY വരുമ്പോൾ JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 144.13 എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണ്. ഓക്കെ, സോ JPYയുടെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ച 142 to 146, ഒരു ഫർദർ കേസിൽ 148 വരെ പോകാനുള്ള പോസിബിലിറ്റിയാണ് JPYക്കുള്ളത്. ഓക്കെ, അപ്പം ഇന്ന് നമുക്കറിയാം യൂറോപ്പ് സെഷൻ ആണെങ്കിലും ഏഷ്യ സെഷൻ ആണെങ്കിലും 144 താഴോട്ട് മാർക്കറ്റ് പോയിട്ടില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലേ. സോ ഏഷ്യ സെഷൻ ക്ലോസ് ആയ സമയത്ത് 144 താഴെ പോകുമോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് ഇത് കാണിച്ചെങ്കിലും തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് JPYയിൽ പ്രത്യേകിച്ച് ഒരു ട്രേഡും റെക്കമെൻഡ് ചെയ്യാനായിട്ടില്ല. നാളെ നമുക്കിത് 142 മുകളിൽ തന്നെ ആണ് നാളെ രാവിലെ ഇന്ന് അവസാനിക്കുന്നത്. മാർക്കറ്റ് ക്ലോസിംഗ് 144 മുകളിലും നാളെ രാവിലെ 7:30 മണിക്ക് 144 മുകളിലുമാണെങ്കിൽ 144 മുകളിൽ തന്നെ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇല്ല ഇന്ന് രാത്രി, ഇന്ന് US സെഷൻ ആകുമ്പോൾ 144 താഴെയായിട്ട് പോയി 142 എത്തി, നാളെ 142 അടുത്താണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 141.40 താഴെ സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളത് കാര്യം നിർബന്ധമായിട്ടും നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, ഇതാണ് എനിക്ക് JPYയിൽ പറയാനായിട്ടുള്ളത്. നമുക്ക് സെല്ലിനെ കുറിച്ചും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് മാർക്കറ്റ് ഇന്നൊന്ന് ഓടിയതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു അനലൈസ് കിട്ടത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, നാളത്തേക്കൊന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, യൂറോ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.14184 ഈ വീക്കിലെ റേഞ്ച് വന്നിട്ട് 1.1100 to 1.1500 ആണ് നമ്മുടെ യൂറോയുടെ റേഞ്ച്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ട്രേഡ് എടുക്കണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എനിക്കൊരു ഓപ്പർച്യൂണിറ്റി പറയാനായിട്ടുള്ളത് 1.1500 അടുത്ത്, അതായത് കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് പോയ ഹൈ 1.14935, അവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു സെല്ലെടുത്ത് ഒരു ചെറിയൊരു 50 to 60 പിപ്സിൻ്റെ സെല്ലെടുത്ത് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒരിക്കലും റെക്കമെൻഡഡ് ആണോ എന്ന് ചോദിച്ചാൽ റിസ്ക് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് ചെയ്യാം കേട്ടോ. ഒരു 60 പിപ്പിൻ്റെ മുകളിലുള്ള സ്റ്റോപ്പ് ലോസ് വെക്കണം. ഓക്കെ, മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ്, അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് സെല്ല് റിസ്ക് ആണ്. ഓക്കെ, 1.1400 താഴെയായിട്ട് മാർക്കറ്റ് വന്നാൽ 1.300 എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ, ആ സപ്പോർട്ട് 1.300 എന്ന് പറയുന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ നേരെ മാർക്കറ്റ് വരുന്നത് 1.1100 അത് ബ്രേക്ക് ചെയ്ത് 1.100 ഒരു ലോങ്ങർ ടേമിലോട്ട് അവിടുന്ന് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ബൈ കിട്ടുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെയും വിശ്വാസം. ഓക്കെ, ഉറപ്പിക്കാറായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നിരുന്നാലും അത് കിട്ടണം എന്നുള്ളതാണ്. അവിടുന്ന് നമുക്കൊരു നല്ലൊരു ലോങ്ങർ ടേമിലോട്ട് ഒരു 6 മാസം വരെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 1500 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് കിട്ടുന്ന ഒരു ബൈ നമുക്ക് അവിടുന്ന് കിട്ടും. ഓക്കെ, പക്ഷേ ഞാനിത് ജനുവരിയിൽ 1.0100 മാർക്കറ്റ് വന്ന സമയത്ത് ഞാനിതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോങ്ങർ ടേമിലോട്ട് ബൈ ചെയ്യാനും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരും ബൈ ചെയ്തിട്ടുണ്ട്, പല ആൾക്കാരും ബൈ ചെയ്തിട്ടില്ല അല്ലേ. നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ GBP കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.35590 ഓക്കെ,
ഇവിടുന്ന് എങ്ങോട്ട് എന്നുള്ളൊരു കാര്യത്തിനകത്ത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, NFP നോൺ ഫാം പേറോളിന് ശേഷം 1.3500 മുകളിലായിട്ടാണ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു അപ്പർ ട്രെൻഡായിട്ട് കൺസിഡർ ചെയ്ത് ഇവിടുന്ന് തന്നെ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവേണ്ടി വരും. അല്ലെങ്കിൽ 1.300 അവിടെ മാർക്കറ്റ് എത്താൻ ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം എന്താണ്, 1.300 അവിടെ നിന്ന് ഒരു ലോങ്ങർ ടേമിലോട്ട് ബൈ ചെയ്യണം എന്നുള്ള കാര്യമാണ്. അത് നടക്കില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് ഇന്നത്തെ സിറ്റുവേഷൻ വെച്ച് പറയാനായിട്ടുള്ളത്. പക്ഷേ ഇന്ന് മാർക്കറ്റ് ഒന്ന് ഓടിക്കഴിഞ്ഞ് മാത്രമേ നമുക്ക് അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ചിലപ്പോൾ മാർക്കറ്റിൽ നിന്ന് 1.3500 താഴെയായിട്ട് വരാം, അറിയില്ല. പക്ഷേ NFPക്ക് ശേഷവും സസ്റ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ഇനി ഞാൻ താഴോട്ട് വരുത്തില്ലടാ എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേഷൻ ആണ് എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, നേരെ നമ്മളുടെ ഇപ്പം നമുക്ക് എവിടെ നിന്നാണ് ബൈ എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ 1.3500 അവിടെ നിന്ന് നമുക്കൊരു ചെറിയൊരു ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഒരു 0.1 ലോട്ടോ 0.2 ലോട്ടോ ചെയ്തതിന് ശേഷം നമുക്ക് മാർക്കറ്റിനെ വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് താഴോട്ട് വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ളത്. GBPയിൽ സെൽ എടുക്കണോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ആഴ്ചത്തെ ഹൈ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു 50 to 60 പിപ്സിൻ്റെ 1.3600 അവിടുന്ന് സെല്ലെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. റെക്കമെൻഡഡ് അല്ല, റിസ്ക് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് മാത്രം. ഓക്കെ, നേരെ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് ഇന്ന് രാവിലെ മാർക്കറ്റ് ഇന്നലെ NFPക്ക് ശേഷം NFP വന്നു 3371 നിൽക്കുകയായിരുന്നു, ബ്രേക്ക് ചെയ്തു, താഴെ പോയി 3340 30 വരെ എത്തി, തിരിച്ച് മുകളിലോട്ട് പോയി 35 വരെ വീണ്ടും എത്തി, തിരിച്ചു പോയി താഴോട്ട് പോയി 11 മാർക്കറ്റ് അവസാനിച്ചു. ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പണായി, മാർക്കറ്റ് മുകളിലോട്ട് പോയി, മാർക്കറ്റ് മുകളിലോട്ട് പോയി, മാർക്കറ്റ് 3321 വരെ വന്നു. അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് പോയി 3292 വരെ മാർക്കറ്റ് സഞ്ചരിച്ചിട്ട് തിരിച്ചിപ്പോൾ റീട്രേസ് ചെയ്ത് കയറി 3328 വരെ മാർക്കറ്റ് പോയി, വീണ്ടും താഴോട്ട് പോകുന്നു, 3312 നിൽക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അപ് ട്രെൻഡ് തന്നെയാണ്. ഓക്കെ, നമുക്ക് ഇനിയൊരു ബൈ പോയിന്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ മാർക്കറ്റ് ഇമ്മീഡിയറ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നത് മാർക്കറ്റ് ഇന്നത്തെ ലോ പോയല്ലോ 3292 താഴെയായിട്ട് പുതിയൊരു ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഷോർട്ട് ടേം സെല്ല് ചെയ്യാം. ഓക്കെ, 3292 താഴെയായിട്ട് 1 അവർ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് അവിടെ നിന്നൊരു സെല്ലെടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നേരെ മാർക്കറ്റ് താഴെ പോയി 3280 നമുക്ക് പ്രോഫിറ്റ് എടുത്ത് മാറാവുന്നതാണ്. നേരെ മാർക്കറ്റ് 3375-70 റേഞ്ചിൽ കിട്ടിയാൽ നമുക്ക് അവിടെ നിന്ന് നല്ലൊരു ബൈ ഉണ്ടാവും. ഓക്കെ, അത് മിസ്സാക്കി കളയരുത്. അത് ബൈ എടുത്ത് അതെന്തായാലും എടുക്കേണ്ട ഒരു ബൈ ആണ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അവിടെ കിട്ടാം, അല്ലെങ്കിൽ 3280 വേണമെങ്കിലും കിട്ടാം. അങ്ങനെ 80 കിട്ടിയാലും 70 കിട്ടിയാലും 3070 കിട്ടിയാൽ കുറച്ചൊരു സ്റ്റോപ്പ് ലോസ് നമുക്ക് കുറച്ചുകൂടെ ക്ലോസ് ആക്കാം. ഒരു $5 സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതിയാവും. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 70 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം 60 താഴെയൊക്കെ സ്റ്റോപ്പ് ലോസ് കൊണ്ട് ഇടേണ്ടി വരും എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു റിസ്കി ഫാക്ടർ. ഓക്കെ, അത് നമുക്ക് ടൈറ്റായിട്ട് ഇട്ട് പോകാവുന്നതേ ഉള്ളൂ. 70 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് 3265 ആ റേഞ്ചിലൊക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ട് മുന്നോട്ട് പോകാവുന്നതുമാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ള കാര്യം. ബൈ മാത്രം ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. സപ്പോസ് 92 ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയാൽ മാത്രം നമുക്കൊരു സെല്ലിൻ്റെ കാര്യം ചിന്തിച്ചാൽ പോലും മതിയാവും. ഓക്കെ, എന്നുള്ളതാണ് എനിക്ക് എടുത്ത് ഓർമ്മിപ്പിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ എന്തായാലും നാളത്തെ പുതിയ ബാച്ചിനെ കുറിച്ചുള്ള കാര്യം മറക്കാതിരിക്കുക. എന്താ പറയുക, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് എനിക്ക് മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ ബന്ധുക്കൾക്കും ഒക്കെ ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.